ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റ്. സി, കഴിഞ്ഞ ദിവസം ഒരാള് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ ഒരു വീഡിയോ കേൾക്കുന്നത് കണ്ടു. യാദൃശ്ചികമായിട്ട് അയാൾ പബ്ലിക്കിനെ കേൾക്കാവുന്ന രൂപത്തിൽ ശബ്ദത്തിലിട്ടപ്പോൾ ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആക്ച്വലി നിങ്ങൾ ഈ കേൾക്കുന്നത് എന്താണ് ശരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മോട്ടിവേഷൻ വീഡിയോ ആണ് കേൾക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് നമുക്ക് വളരെ വലിയ എനർജി ഉണ്ടാക്കാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. ഞാനതിങ്ങനെ കുറേ സമയം ഞാനത് അവരുടെ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു. അവർ എനിക്ക് കൂടി കേൾക്കാവുന്ന രൂപത്തിൽ കേട്ടോട്ടെ എന്നുള്ള രൂപത്തിലാണ് അവരിട്ടത്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഈ ഒരു മിനിറ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് എത്ര നെഗറ്റീവ് വാക്കുകൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. അപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്. ചതി, വഞ്ചന, പ്രശ്നം, ശരിയല്ലായിക, അങ്ങനെ കുറേ ചുറ്റുപാടുള്ള ആളുകൾ ശരിയല്ല, ആളുകൾ അങ്ങനെ, ആളുകൾ ഇങ്ങനെ എന്നങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഒരു മിനിറ്റ് കൊണ്ട് ഇത്രയധികം വാക്കുകൾ നെഗറ്റീവായിട്ട് നിങ്ങളുടെ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ബ്രെയിനകത്തേക്ക് ഇൻജെക്ട് ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോ അല്ല കേൾക്കുന്നത്. കാരണം അഫർമേഷൻ വഴി നമ്മളുടെ ബ്രെയിനിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരമുള്ള അഫർമേഷൻ വീഡിയോകൾ കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ജോലി. ഞാൻ പറഞ്ഞു, പീപ്പിൾ ആർ ഓസം. മനുഷ്യന്മാരെല്ലാവരും അടിപൊളിയാണ്. ആളുകളെല്ലാവരും സൂപ്പറാണ്. ഒരാളും മോശമല്ല. എല്ലാവരും യുണീക്കാണ്. അതുല്യമായ പ്രത്യേക ക്രിയേച്ചേഴ്സാണ്. ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും മക്കളെല്ലാവരും അഭൂതപൂർവമായ വ്യത്യസ്തം വൈജാത്യമൊക്കെ ഉള്ള വളരെ നല്ല മനുഷ്യന്മാരാണ്. And the surroundings or situations or scenarios or circumstances are creating them bad or worst. തല്ലിപ്പൊളികളാക്കുന്നത് അവരുടെ ചുറ്റുപാടാണ്. ഏതെങ്കിലും ഒരു ചുറ്റുപാടിന്റെ നൈമിഷികത കൊണ്ട് ഒരാൾ മോശമായി പെരുമാറിയത് കൊണ്ട് അയാളുടെ ആജീവനാന്ത കാലം അല്ലെങ്കിൽ അയാളുടെ ജീവിതവും പരിപൂർണമായ ശരിയല്ലായിക എന്ന് തെറ്റിദ്ധരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കുറിച്ച് മോശമായി കേട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം ചുറ്റുപാട് ശരിയല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മുഴുവൻ ചുറ്റുപാടിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ഒരാൾക്ക് എന്ന് തോന്നുന്നു, അയാൾ ഐ ആം ഇൻഡിപെൻഡൻറ്റ്, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആളല്ല, ഞാൻ സ്വതന്ത്രനാണ് എന്നൊരാൾക്ക് എന്ന് തോന്നുന്നു, അന്ന് അയാൾ ഈ ഭൂമിയിലില്ല. കാരണം ഹി ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്, ഹി ഈസ് ഡിപ്പെൻഡൻറ്റ്. എല്ലാ മനുഷ്യരും ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങൾ ശ്വസിക്കുന്ന വായു നിങ്ങളുടേതേ അല്ല, നിങ്ങൾ സഞ്ചരിക്കുന്ന സൗകര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്? ഈ അഭൂതപൂർവമായ ഓസമായിട്ടുള്ള ചുറ്റുപാടുമുള്ള
മഹത്തുക്കളായ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുണ്ടാക്കിയതാണ് ബാക്കിയുള്ള സൗകര്യങ്ങൾ. അതിൽ ഓരോന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഭൂമിയിലെ മുഴുവൻ സൗകര്യങ്ങളോടും ഉപയോഗപ്പെടുത്തുകയും അതിനോട് കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ആരോടും ബാധ്യതയില്ല, ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്നിടത്ത് തകരാറ് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിലൊന്നും, ചിന്തിക്കേണ്ട കാര്യങ്ങളിലൊന്നും മനുഷ്യരെല്ലാവരും നല്ലവരാണെന്നുള്ളത്. ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തിരിച്ച ഒരാള് താൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഞാൻ എല്ലാ മനുഷ്യരോടും തുല്യമായി റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നും ആളുകളെല്ലാം നല്ലവരാണെന്നും തോന്നാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫോക്കസിന് പരിക്ക് പറ്റും. ബിക്കോസ് ഇന്റേണലി തോട്ട് സോണിൽ തകരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഡെലിവർ ചെയ്യുന്ന വേർഡുകളിലും കഴിയുന്നതും റിസീവ് ചെയ്യുന്ന വേർഡുകളിലും ഇത്തരത്തിൽ മോശമായ വേർഡുകൾ ഡെലിവർ ചെയ്യപ്പെടുന്ന സിറ്റുവേഷനുകളിൽ നിന്നും കഴിയുന്നതും നമ്മൾ മാറി നിൽക്കുക. നമ്മളുടെ വൊക്കാബുലറിയുടെ സോണിൽ, വൊക്കാബുലറി റിസർവോയറിൽ ധാരാളം ഇത്തരത്തിൽ മോശപ്പെട്ട വാക്കുകൾ കയറാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പം എനിക്കറിയാം, വളരെ തെറി പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. കുറേ അങ്ങനെ തെറി മാത്രം പറയുന്ന കുറേ ആളുകളുടെ ചുറ്റുവട്ടത്തിൽ. ആ സമയത്ത് ഞാൻ ആ തെറി പറയുന്ന വാക്കുകൾ കേൾക്കാറില്ല. അതിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയോ റിസീവ് ചെയ്യാതിരിക്കുകയോ ആ സമയത്ത് ഇയർഫോൺ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കേൾക്കുകയോ ഒക്കെ ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് മാറി. എൻ്റെ റിസീവബിൾ ആയിട്ടുള്ള എൻ്റെ മൈൻഡിനകത്ത് അത്തരത്തിലുള്ള വേർഡുകൾ റിസീവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ ജോലിയാണ്. നമ്മളുടെ ഒരു സ്വപ്നം ശരിക്കും സാക്ഷാത്കരിക്കുന്നത് നമ്മൾ ലോജിക്കലാണെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. അതിന് പകരം നമ്മൾ എമോഷണലി എമോഷണലോ ആണെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്ന പഞ്ചായത്ത് വില്ലേജ് ഓഫീസിലെ ബാക്ക് ഓഫീസിൽ നിൽക്കുന്ന ക്ലർക്ക് പോലത്തെ ആളുകളാണ്. 2:50 സമയത്ത് അവിടെ ടാക്സ് ഭൂനികുതി കടക്കാൻ വേണ്ടി ജനവാതിലിൻ്റെ പുറത്ത് വരി നിന്നാൽ, ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൻ്റെ കഥ പറയാണ് കേട്ടോ, അവർ പറയും ഈ സമയത്താണ് വരുന്നത്, 3:30 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യില്ലേ. ദേ ആർ ലോജിക്കൽ. അവർ അവിടുന്ന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്കൊരു 3:20 ആകുമ്പോഴേക്ക് കസ്റ്റമർ തീർന്ന് 3:30 ബുക്ക് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ 3:30 അവർക്ക് ആ പണി തീർക്കണം. അപ്പം അവർ ഭൂമിയിലുള്ള മനുഷ്യരാണ് ശരിയല്ലാത്തത്. നേരം വൈകി വന്ന് നമ്മൾ കുറ്റക്കാരാണ്. അങ്ങനെ 3:30 മണി വെച്ച മേലുദ്യോഗസ്ഥന്മാർ മോശക്കാരാണ്. ഇവർക്കിത് 3:30 ആകുമ്പോഴേക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അവർ ശരിയല്ല, വന്ന് നമ്മൾ ശരിയല്ല. പിന്നെ ലോകത്ത് ആരാണ് ശരി? അത്തരത്തിൽ ലോജിക്കലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാനും കണ്ട സ്വപ്നങ്ങളെ ഗോളുകളാക്കാനും ആ ഗോളുകളെ എമോഷണലി അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻ സെറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള PSC കിട്ടിയിട്ടുള്ള ചില ആളുകൾ പലപ്പോഴും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നാലും, ആ ഒരു ലെവലിൽ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോജിക്കലാകുമ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ച് പോസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾ ലോജിക്കലാണോ അതോ എമോഷണലി നിങ്ങൾ ലോജിക്കലാണോ? നിങ്ങൾ ആലോചിക്കേണ്ടത്, ചുറ്റുപാടിനെ കുറ്റം പറയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നാലേ ചുറ്റുപാട് നമ്മളെ കുറ്റം പറയാത്തിടത്തേക്ക് തിരിച്ചു തരൂ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ കേൾക്കേണ്ട വാക്കുകൾ മികച്ചതാവുകയും ഡെലിവർ ചെയ്യേണ്ട വാക്കുകൾ മികച്ചതാവുകയും ചെയ്യാതെ നമ്മൾ വലിയ ഫോക്കസുകളിലേക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇയർ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ഡീവിയേറ്റ് ചെയ്യാം, നമ്മളെ അറ്റൻഷൻ സീക്ക് ചെയ്യിപ്പിക്കാം,
അതേപോലെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ നമ്മളെ ഡൈവേർട്ട് ചെയ്യാനോ ഡീവിയേറ്റ് ചെയ്യാനോ സഹായിക്കാം. നമ്മളുടെ ഫോക്കസിന് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മളിൽ ഉണ്ടാക്കാം. എന്നും ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എമോഷണലി നമ്മളുടെ ഗോളിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളായിരിക്കണം. എമോഷണലി സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ കളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയാം, ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരു 21 പോയിന്റിനൊക്കെയാണ് ഗെയിം ഫിനിഷ് ചെയ്യുക. ലോജിക്കലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 15 പോയിന്റ് അപ്പുറത്തെ ടീം എത്തുകയും അവനവന് 10 പോയിന്റിൽ എത്തുകയും ചെയ്താൽ അവർ നമ്മളെക്കാളും മുമ്പിലാണ്. 5 പോയിന്റ് 6 പോയിന്റ് എടുത്ത് അവർ വിജയിക്കുമെന്ന് ലോജിക്കലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ തോൽക്കും. അതിനപ്പുറത്തേക്ക് ദിസ് ഗെയിം ഈസ് മൈൻ, ഈ ഗെയിം എൻ്റേതാണെന്നും ഈ ഗെയിം ഐ ആം ഗോയിങ് ടു ബീറ്റ് ഹിം എന്നുള്ളത് പെർഫെക്റ്റ്ലി നമ്മളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന എമോഷണലി ഗോൾ ഓറിയന്റഡ് ആണെങ്കിൽ ആ 15 പോയിന്റ് എതിരാളിയെ നിർത്തി അവനവൻ അയാൾ ഓവർടേക്ക് ചെയ്തിരുത്തുന്ന പോയിന്റിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഇത് എല്ലായിടത്തും ഒരുപോലെയാണ്. ലോജിക്കലായിട്ടുള്ള ആളുകളുടെ കൂടെ പലപ്പോഴും കളിച്ച സമയത്തൊക്കെ അവര് ഇനി നമുക്കത് കിട്ടില്ല, അത് പോയി, അത് വിട്ടേക്ക് എന്ന് പറയുന്ന അവസ്ഥ കാണാം. എമോഷണലി നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റില്ല, സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഹ്യൂമൻ ലൈഫ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇറ്റ് ഇസ് എ ട്രാൻസാക്ഷൻ ഓഫ് ഇമോഷൻസ്. ഇറ്റ്സ് നോട്ട് എ ട്രാൻസാക്ഷൻ ഓഫ് ലോജിക്സ്. ലോജിക്സിന്റെ ട്രാൻസാക്ഷൻ അല്ല ഇത്, ഇമോഷനുകളുടെ ട്രാൻസാക്ഷനാണ് ഹ്യൂമൻ ലൈഫ്. ആൻഡ് ഇറ്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് ഇമോഷണൽ ട്രാൻസാക്ഷൻ ടു. അപ്പോൾ അത്രത്തോളം പോകുന്നതിനപ്പുറം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ ഡ്രീമിനകത്ത് എമോഷണലി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് എമോഷണലി ഡ്രീമിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ ഫോക്കസ് കറക്റ്റ് ആവുക എന്നുള്ളത് നമ്മൾ നാളെ എമോഷണൽ ഗോളുകൾ അല്ലെങ്കിൽ എമോഷണലി ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ സക്സസ്ഫുൾ ആവുന്നുള്ളത് നമുക്ക് സംസാരിക്കും. സോ ബിലീവ് better words, beautiful words, exact words, corrective words, positive words, impactful words will create more impacts in our vocabulary and our dreams and goals as well as in focus. So I'm wishing you all the very best and have a great day. God bless and thank you so much and love you all.